ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്പിനയിൽ കണ്ടതുപോലെ തന്നെ എന്റെ സെൽഫ് കെയർ റൂട്ടീൻ ആണ് കേട്ടോ കാണിക്കുന്നത്. സാധാരണ ഞാൻ ഷൂട്ട് ഇല്ലാത്ത ദിവസം മിക്കപ്പോഴും വീട്ടിൽ നിൽക്കുന്നതാണ്. അതായത് പകുതി മുക്കാൽ സമയം വീട്ടിലാണ് കേട്ടോ. വീട്ടിലുള്ള സമയത്ത് ഞാൻ കൂടുതലും സെൽഫ് കെയർ ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് വിചാരിച്ചു ഇന്ന് ഞാൻ വീഡിയോ എടുത്ത് നിങ്ങളെ കൂടിക്കൊന്ന് കാണിക്കാം. എന്റെ സെൽഫ് കെയർ എങ്ങനെയാണ്, ഞാൻ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്ന ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. സോ ഇന്നത്തെ വീഡിയോ സെൽഫ് കെയർ റൂട്ടീൻ. ഞാൻ എപ്പോഴും രാത്രി എന്റെ മുടി പിന്നിട്ടിട്ടാണ് എപ്പോഴും കിടക്കാറുള്ളത് കേട്ടോ. സോ രാവിലെ എഴുന്നേറ്റ് മുടി അഴിക്കുമ്പോഴേക്കും ജടയൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ നമ്മൾ മുടി അഴിച്ചിട്ടൊക്കെ കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴും ജട ഉണ്ടാവും, പിന്നെ ജട കളയും, അപ്പൊ മുടി ഡാമേജ് ആവും, വലിക്കും, മുടി പൊട്ടിപ്പോവും. ഇതൊക്കെ തന്നെയാണ് എല്ലാവരും മുടിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. സോ ഞാൻ ചെയ്യുന്നത്, ഞാൻ മുടി പിന്നിട്ട് കിടക്കും. സോ ഞാൻ പിന്നഴിക്കുമ്പോഴേക്കും എന്റെ മുടി ഒരു ജടയില്ലാണ്ട് ഇതുപോലെ ഇരിക്കും കേട്ടോ. അപ്പൊ ഞാൻ ആദ്യം ഹെയർ കെയർ ചെയ്യാന്ന് വിചാരിച്ചു. കാരണം നമ്മൾ ഹെയറിൽ എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ട് അത് പിടിക്കുന്ന നേരം കൊണ്ട് നമുക്ക് സ്കിന്നിലോട്ട് കിടക്കാം. അപ്പൊ ഞാൻ ഹെയർ ഓൾറെഡി ജടയൊന്നും ഇല്ലാത്ത എന്റെ ഹെയർ ആണ്. എന്റെ കണ്ടില്ലേ, ബ്ലാക്ക് ഹെയർ പ്ലസ് കളർ ഹെയർ ഒക്കെയാണ്. സ്വന്തമായും സലൂണിലൊക്കെ പോയി കളർ ചെയ്തിട്ടുള്ള ഹെയർ കളേഴ്സ് ആണ് കേട്ടോ. സോ നമുക്ക് ഓയിൽ അപ്ലൈ ചെയ്യാം. ഞാൻ വീട്ടിൽ നിൽക്കുന്ന ദിവസം അല്ലെങ്കിൽ സൺഡേസ്, വീക്കെൻഡ് ഒക്കെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഓയിൽ മസാജ്. ഓയിൽ അപ്ലൈ ചെയ്യും, കുറച്ചു നേരം തലയിൽ വെക്കും, ദെൻ വാഷ് ഔട്ട് ചെയ്ത് കളയും. ഇതാണ് ഞാൻ വീക്ക്ലി കാര്യങ്ങൾ ചെയ്യുന്ന റൂട്ടീനിലുള്ളത്. സോ ഇന്ന് നമുക്ക് ഓയിൽ അപ്ലൈ ചെയ്യാം. നല്ല കാച്ചി എണ്ണ കണ്ട ഇതുപോലെ ഇങ്ങനെ തരി ഒക്കെ ഉണ്ടാവും കേട്ടോ. വേപ്പിന്റെ ഇലയൊക്കെയാണ്, കുറെ സാധനങ്ങളുണ്ട് തരി. സോ ഈ ഒരു ഐറ്റം ആണ് ഞാൻ തലയിൽ തേക്കാൻ പോകുന്നത്. തലയിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. നല്ല രീതിയിൽ നമുക്ക് ഹെയർ ഗ്രോത്ത് വരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓയിലാണ്. പിന്നെ തലയിൽ താരനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോവും കേട്ടോ. നമുക്ക് ഫുൾ ഹെയറിലോട്ട് ഇങ്ങനെ സെക്ഷൻ എടുത്ത് ഇങ്ങനെ വിരലിലാക്കി അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിങ്ങനെ എന്റെ ഫിംഗറിൽ ഇങ്ങനെ എടുക്കുന്നത് കണ്ടോ. എന്നിട്ട് ഇങ്ങനെ എല്ലായിടത്തും ആക്കുന്നു. അപ്പൊ നമ്മുടെ സ്കാൽപ്പിൽ ഒരു മസാജ് പോലെ കിട്ടും. അമ്മയുടെ സ്പെഷ്യൽ ഓയിലാണ്, സ്പെഷ്യൽ കൂട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. വർഷങ്ങളായിട്ട് ആളുണ്ടാക്കുന്ന ഈ ഒരു ഓയിൽ തന്നെയാണ് കേട്ടോ. ഇന്ന് കണ്ടില്ലേ, കയ്യിൽ കണ്ടില്ലേ സാധനങ്ങളൊക്കെ ഉണ്ട്. എന്തെങ്കിലും ബ്രഹ്മി അങ്ങനെ കുറെ സാധനങ്ങൾ പോയി പറിക്കുന്ന കാണാം. സോ ആ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതെല്ലാം കൂടി ചേർത്ത് ആള് സ്വന്തമേ ഉണ്ടാക്കുന്ന ഓയിലാണ്. അപ്പൊ ഹെയറിന്റെ സെക്ഷൻ കഴിഞ്ഞു, നമുക്കിനി സ്കിന്നിലോട്ട് കിടക്കാം. അപ്പൊ ഞാൻ ഹെയറിൽ ഓയിലെല്ലാം അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഓയിൽ നല്ലോണം പിടിക്കട്ടെ, ആ നേരം കൊണ്ട് നമുക്ക് സ്കിന്നിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം. കമോൺ. ഇനി നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നത് ഫേസ് പാക്ക് ആണ് കേട്ടോ. അതും ഒരു സീക്രട്ട് ആയിട്ടുള്ള ഫേസ് പാക്ക് ആണ്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ. ഇതില് ബീട്രൂട്ട്, തൈര്, പിന്നെ അരിപ്പൊടി, ഇതെല്ലാം കൂടി ഞാൻ മിക്സ് ചെയ്ത്, ഓൾറെഡി ബീട്രൂട്ടും തൈരും ഞാൻ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ മുകളിലേക്ക് അരിപ്പൊടി ഇട്ട് നല്ല രീതിയിൽ വെള്ളം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഉണ്ടാക്കുന്ന വീഡിയോ കാണിക്കാൻ പറ്റുന്നത് ഇത് ഓൾറെഡി ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നു. ഞാൻ അതിന്റെ മുകളിലോട്ട് അരിപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. എനിക്കിത് നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ടുള്ള പാക്കാണ്. നിങ്ങൾ വീട്ടിൽ ഇത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. നമ്മൾ എന്ത് അപ്ലൈ ചെയ്താലും കഴുത്തിലും ചെവിയിലും കൂടി അപ്ലൈ ചെയ്യണം കേട്ടോ. ഞാൻ കയ്യിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കയ്യിൽ ഇങ്ങനെ വേണമെങ്കിൽ മസാജ് ചെയ്ത് കൊടുത്തു. അപ്പൊ കയ്യിലുള്ള ഡെഡ് സ്കിൻസ് ഒക്കെ റിമൂവ് ആയിക്കോളും. അപ്പോൾ നമ്മുടെ പാക്ക് നല്ല രീതിയിൽ ഉണങ്ങണം, ഫേസിലും ഉണങ്ങണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഉണങ്ങുന്ന സമയത്ത് നമുക്ക് മിണ്ടാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. മിണ്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് ഇങ്ങനെ സ്ട്രെച്ച് ആവും കേട്ടോ. മാത്രമല്ല കുറച്ച് വെള്ളം വെച്ചിട്ട് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഫേസും കഴുത്തും ഡെഡ് സ്കിൻസ് ഒക്കെ റിമൂവ് ആവാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു മസാജ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നാച്ചുറൽ ആയിട്ടൊരു സ്ക്രബ് കൂടിയാണ് കേട്ടോ. എന്നിട്ട് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കൈയൊക്കെ മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഫേസിലും ഞാൻ ഓരോ സ്റ്റെപ്പായിട്ട് മസാജ് ചെയ്യുന്നുണ്ട്. കണ്ണിൻ്റെ താഴെ മസാജ് ചെയ്യുന്നുണ്ട്, ചീക്സ് മസാജ് ചെയ്യുന്നുണ്ട്, താടിയുടെ അവിടെ മസാജ് ചെയ്യുന്നുണ്ട്. അറ്റ് ലാസ്റ്റ് ഞാൻ ലിപ്പിൻ്റെ അവിടെയും ചെയ്യുന്നുണ്ട്. ലിപ്പിലും നമുക്ക് മസാജ് ചെയ്യാം കേട്ടോ. നല്ല രീതിയിൽ ലിപ്പിൻ്റെ അവിടെ, മൂക്കിൻ്റെ സൈഡിലുള്ള ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സിൻ്റെ സൈഡൊക്കെ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കണ്ണിൻ്റെ സൈഡും മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കണ്ണിൻ്റെ സൈഡൊക്കെ നല്ല രീതിയിൽ ഈ ഒരു പാക്ക് വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ടൊന്ന് വാഷ് ഔട്ട് ചെയ്തിട്ട് വരാം. അപ്പൊ ഇതാണ് എന്റെ പാക്ക് ഇട്ടതിന് ശേഷമുള്ള ആ ഒരു ഫൈനൽ ലുക്ക്. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ പാക്ക് ഭയങ്കര എഫക്റ്റീവ് ആണ് കേട്ടോ. എനിക്ക് എന്റെ ഫേസ് നോക്കിയാൽ മനസ്സിലാവും. ആ ഒരു ഡെഡ് സ്കിൻസ് ഒക്കെ റിമൂവ് ആയി, എന്റെ മൂക്കിലുള്ള ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ആയി, ഒരു ബ്രൈറ്റൻ അപ്പ് ആയിട്ടില്ലേ നേരത്തെക്കാട്ടും. യെസ്, ഈ ഒരു പാക്ക് എനിക്ക് നല്ല രീതിയിൽ വർക്കിംഗ് ആണ്. നമ്മുടെ കയ്യിലുള്ള ടാനും കാര്യങ്ങളൊക്കെ റിമൂവ് ആവും കേട്ടോ. അപ്പൊ ഇനി അടുത്ത സ്റ്റെപ്പാണ് ഐസ് വെക്കാന്നുള്ളത്. ഇത് നിങ്ങൾക്ക് ബിഫോർ ചെയ്യാം, ആഫ്റ്റർ ചെയ്യാം. ഞാൻ ആഫ്റ്റർ ആണ് കേട്ടോ ചെയ്യുന്നത്. എനിക്ക് ഈ ഒരു പാക്കറ്റ് കഴുകി കഴിഞ്ഞിട്ട് പിന്നെ ഐസ് വെക്കുമ്പോഴേക്കും ഫേസ് നല്ല രീതിയിലൊരു റിഫ്രഷ്മെന്റ് ഉണ്ടാവും. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഐസ് വെച്ച് മസാജ് ചെയ്യുന്നത് നമ്മുടെ സ്കിൻ ഇംപ്രൂവ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാനിത് കണ്ടിന്യൂസ്ലി കുറേ നാളായിട്ട് ചെയ്യുന്ന കാര്യമാണ് ഐസ് മസാജ്. നിങ്ങളുടെ ഈ ഒരു ഐസിന്റെ റോളർ ഇല്ലെങ്കിൽ കയ്യിലോ തുണിയിലോ വെച്ചിട്ട് ഐസ് മസാജ് ചെയ്യാവുന്നതാണ് കേട്ടോ. തലയിൽ നമ്മൾ എണ്ണ വെച്ചിട്ട് കുറെ നേരമായി. നമ്മൾ അതിന്റെ ഇടയിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. നമുക്കിനി അതൊന്ന് അഴിക്കാം. അപ്പൊ എണ്ണ തലയിൽ നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക്
കഴുകിക്കളയാം. അപ്പൊ ഞാൻ ഷിയ ബട്ടറിന്റെ ഒരു ഷാമ്പു ആണ് തലയിൽ ഇടാൻ പോകുന്നത്. ഞാൻ സൈഡിൽ ഫോട്ടോ കൊടുത്തേക്കാം. ഓക്കെ, അപ്പൊ ഈ ഷിയ ബട്ടറിന്റെ കണ്ടീഷണർ കൂടി ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. സൈഡിൽ ഫോട്ടോ കൊടുത്തേക്കാം കേട്ടോ. നല്ലൊരു ബട്ടറിന്റെ സ്മെല്ലാണ് കേട്ടോ. നമ്മുടെ ഷിയ ബട്ടറിന്റെ ഒരു സ്മെല്ലാണ്. നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യാം കേട്ടോ. നമുക്കൊരു 3-4 മിനിറ്റ്സ് ഈ ഒരു കണ്ടീഷണർ നമുക്ക് തലയിൽ വെക്കാം. ഈ ഒരു മാസ്ക് നമുക്ക് തലയിൽ ഒരു 3-4 മിനിറ്റ്സ് വെക്കാം കേട്ടോ. ഒരു 3 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് തലയിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ സ്കാൽപ്പ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മസാജ് തലയ്ക്ക് കൊടുക്കുക. ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. നമ്മുടെ ഹെയർ ഗ്രോത്തിനും നമ്മുടെ സ്കാൽപ്പിനൊക്കെ ഒരു മസാജാണ് ഈ ഒരു പാക്ക് കൊണ്ട് നമുക്ക് കിട്ടുന്നത്. നല്ല രീതിയിൽ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് വാഷ് ചെയ്ത് കളയാം കേട്ടോ. ഫോർ ഹാൻഡ് ആൻഡ് ബോഡി ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു കോഫി മാസ്ക് ആണ്. കോഫി പൗഡർ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഫേസിലും കഴുത്തിലൊന്നും അപ്ലൈ ചെയ്യുന്നില്ല. കയ്യിലും കാലിലൊക്കെ അപ്ലൈ ചെയ്യാനാണ് ഈ ഒരു കോഫി മാസ്ക്. കണ്ടോ, കോഫി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. അതാകുമ്പോൾ നമ്മുടെ സ്കിന്നിലെ ഡെഡ് സ്കിൻസിന്റെ റിമൂവ് ചെയ്തിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ബോഡിയിൽ യൂസ് ചെയ്യാം കേട്ടോ. കുളിയില്ല, അങ്ങനെ സുന്ദരി കുട്ടിയായിട്ട് ഞാൻ വന്നിട്ടുണ്ട് ഗൈസ്. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്കിൻ കെയർ ആണ്. അതിന് മുന്നേ നമ്മൾ ബോഡി കെയർ ചെയ്യണം. ഇത് വാസ്ലിന്റെ ഗ്ലൂട്ട ഹൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഞാൻ ഫേസിൽ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഫേസിലും യൂസ് ചെയ്യാം. ബോഡി ലോഷൻ എന്ന് പ്രത്യേകിച്ച് കൊടുത്തിട്ടില്ല, സെറമിൻ ലോഷൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഞാൻ ബോഡിയിൽ മാത്രമേ യൂസ് ചെയ്യുള്ളൂ, ഫേസിൽ യൂസ് ചെയ്യാറില്ല. സോ നമുക്കത് അപ്ലൈ ചെയ്യാം. കയ്യിലും കാലിലും കഴുത്തിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇത് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ഫേസിലുള്ള ഫേഷ്യൽ ഹെയർ ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, കുളിച്ചതിന് ശേഷമാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് കുളിക്കുന്നതിന് മുന്നേ ചെയ്യാം. ഞാൻ കുളിക്കുന്നതിന് ശേഷം, അതായത് സ്കിൻ കെയറിന് തൊട്ട് മുന്നെയാണ് ഈ ഫേഷ്യൽ ഹെയർ ഒക്കെ റിമൂവ് ചെയ്യുന്നത്. ഞാൻ ഫേഷ്യൽ ഹെയർ ഒക്കെ റിമൂവ് ചെയ്യുന്നത് റേസർ വെച്ചിട്ടാണ്. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്ന റേസർ വെച്ചിട്ടാണ് ഫേഷ്യൽ ഹെയർ എല്ലാം റിമൂവ് ചെയ്യുന്നത് കേട്ടോ. ഞാനൊരു ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതും ബോഡി ക്രീമാണ്, ഷിയ ബട്ടറിന്റെ ക്രീമാണ്. ഞാനിപ്പോ ഓൾറെഡി വാസ്ലിൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇത് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളൂ. എന്നാൽ ഇടക്കും ഇത് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. സോ ഇത് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. എവിടെയാണോ റിമൂവ് ചെയ്യേണ്ടത് അവിടെ. നിങ്ങൾക്ക് വാസ്ലിനോ അലോവേര ജെല്ലോ എന്ത് വേണമെങ്കിലും തേക്കാം. ഞാൻ ഈ ഒരു ബോഡി ക്രീം ഇതാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഈ ഒരു ഏരിയ മാത്രം എടുക്കാനാണ് വിചാരിച്ചിരിക്കുന്നത്. പിന്നെ മൂക്കിന്റെ അവിടെ ഉണ്ടെങ്കിൽ അതും. ഫോണിൽ നോക്കി ചെയ്താൽ ചിലപ്പോൾ ചോര പൊടിയുന്നതുകൊണ്ട് ഞാനിവിടെ കണ്ണാടി എടുത്തിട്ടുണ്ട്. കണ്ടോ, എന്റെ ഫേസിലുള്ള ഫേഷ്യൽ ഹെയർ ആണ്. നമുക്കിങ്ങനെ പുറമേ കാണുമ്പോൾ തോന്നില്ല, നമ്മൾ ക്ലീൻ ചെയ്യുമ്പോഴായിരിക്കും നല്ല അഴുക്കും ഇതൊക്കെ കിട്ടുന്നത്. ഓക്കെ, അത് ചെയ്തതിന് ശേഷം ഫേസ് ബാക്കി നമ്മൾ ക്ലീൻ ചെയ്യാം. അപ്പൊ ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് സ്കിൻ കെയർ ആണ് കേട്ടോ. ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, എന്നാലും ഞാൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം തന്നെ ടോണറാണ് അപ്ലൈ ചെയ്യുന്നത്. റൗണ്ട് ലാബ് എന്ന് പറഞ്ഞ ടോണറാണ്. ഞാൻ ഓൾറെഡി കൊറിയൻ സ്കിൻ കെയർ വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അത് ചെക്കൗട്ട് ചെയ്ത് നോക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ സ്കിന്നിൽ അബ്സോർബ് ആവും, എന്നാലും നമുക്ക് അബ്സോർബ് ആവാൻ വെയിറ്റ് ചെയ്യാം. സോ ഞാൻ ആദ്യം തന്നെ ടോണർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ടോണർ ഫേസിൽ അബ്സോർബ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി അടുത്ത മോയ്സ്ചറൈസർ ആണ്. ക്യോഞ്ച് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഒരു സ്നെയിൽ ബൂസ്റ്റ് മോയ്സ്ചറൈസർ ആണ് കേട്ടോ. നല്ലൊരു ഉച്ചിന്റെ മോയ്സ്ചറൈസർ ആണ്. സോ അത് നമുക്ക് അപ്ലൈ ചെയ്യാം. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടെക്സ്ചർ ആണ്. സോ നമുക്കത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. യാ, അപ്പൊ എന്തായാലും മോയ്സ്ചറൈസറും അബ്സോർബ് ആവട്ടെ. നിങ്ങൾ ഇതെല്ലാം അപ്ലൈ ചെയ്തിട്ട് അബ്സോർബ് ആവാൻ വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇതിന്റെ മുകളിൽ പിടിച്ച് പൗഡർ ലിപ്സ്റ്റിക് ഇട്ട് പുറത്തോട്ട് പോകരുത്. ഇതൊക്കെ ഒന്ന് അബ്സോർബ് ആവണം. അടുത്ത് ഞാൻ മഡാഗസ്കർ സെന്റലിലെ ആംപ്യൂൾ എന്ന് പറഞ്ഞൊരു ബ്രൈറ്റനിങ് സെറാണ് യൂസ് ചെയ്യുന്നത്. ഇതും ഞാൻ എന്റെ കൊറിയൻ ഇതിലിട്ടിട്ടുണ്ടോ, ഏകദേശം ഒക്കെ ഇത്ര ആയിട്ടാ. സോ നമുക്കത് അപ്ലൈ ചെയ്യാം.
ഓക്കെ, ഇതെന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റനിങ് സെറാണ്. ഓൾറെഡി ഞാൻ കൊറിയൻ സ്കിൻ കെയറിൽ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ ആ വീഡിയോ കൂടെ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കണം കേട്ടോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. അപ്പൊ ലാസ്റ്റ് വൺ സൺസ്ക്രീൻ ആണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്തിനാ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന വിചാരിക്കും, വീട്ടിലല്ലേ എന്ന് വിചാരിക്കും. യെസ്, വീട്ടിലാണ്. എന്നാൽ പോലും നമ്മുടെ UV ലൈറ്റ്സ്, പിന്നെ ഞാൻ നിൽക്കുന്ന ജനലയില് ഈ ഒരു ലൈറ്റ് ഒക്കെ അടിക്കുന്നുണ്ട്. സോ അതൊക്കെ നമ്മുടെ സ്കിന്നിനെ എഫക്ട് ചെയ്യും. സോ ഞാൻ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാനത് യൂസ് ചെയ്യുന്ന ന്യൂട്രിജനയുടെ അൾട്രാ ഷീർ എന്ന് പറഞ്ഞൊരു സൺസ്ക്രീൻ ആണ് കേട്ടോ. ഞാൻ ഒരുപാട് സൺസ്ക്രീൻ ഇടുന്നില്ല, ഒരു 2 ഫിംഗർ റൂളിലാണ് ഇടുന്നത്. അങ്ങനെ നമ്മുടെ സ്കിൻ കെയർ എല്ലാം ഡൺ ആയിട്ടുണ്ട്. നമുക്ക് ഹെയർ ഒന്ന് അഴിച്ചു നോക്കാം. നല്ല വെള്ളമുണ്ട്. ഞാൻ ഡ്രയർ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഡ്രയർ ഒന്നും എപ്പോഴും യൂസ് ചെയ്യുന്ന അത്ര നല്ലതല്ല. ഞാനവിടെ ടേബിൾ ഫാനിന്റെ അടുത്ത് നിന്നിട്ടാണ് മുടി ഉണക്കുന്നത് കേട്ടോ. സോ ഗൈസ്, ഫൈനലി ഇതാണ് എന്റെ ഹെയറിന്റെ ഫൈനൽ ലുക്ക്. എന്റെ ഹെയർ ഞാൻ വീക്ക്ലി വൺസ് ഒക്കെയാണ് ഇങ്ങനെ റൂട്ടീൻ ചെയ്യാറുള്ളത് കേട്ടോ. അല്ലാത്തപ്പോ നോർമലി ഞാൻ ബാത്തിങ് മാത്രമേ ഉള്ളൂ. വീക്ക്ലി വൺസ് ആണ് ഇതുപോലെ ഷാംപൂ, കണ്ടീഷണർ വാഷ് ഒക്കെ ചെയ്യാറുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് എന്റെ സെൽഫ് കെയർ റൂട്ടീൻ. ഞാൻ ഫ്രീ ആയിട്ട് നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വീട്ടിൽ ഉള്ള സമയത്തൊക്കെ ചെയ്യുന്ന ഒരു റൂട്ടീനാണ്. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എന്റെ സെൽഫ് കെയർ റൂട്ടീൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലത്തെ ഹെൽപ്ഫുൾ വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോഴേക്കും ടാറ്റാ.